ണ്ട്. അതായത് നിങ്ങൾ ഈ പറയുന്ന പോലെ ഗവൺമെന്റ് പദ്ധതിയുടെ ഭാഗമായിട്ട് വരുന്നതല്ല, അഭയാർത്ഥികളായിട്ട് ചെല്ലുന്നു. അവർ കുറെ കൂടി റിസീവിംഗ് ടൈപ്പ് ആൾക്കാരായതുകൊണ്ട് അവരവരെ അവിടെ കുറച്ചു കാലത്തേക്ക് താമസിപ്പിക്കാന്ന് വെച്ചാൽ അവർക്ക് ഷെൽട്ടർ സൗകര്യങ്ങൾ കൊടുക്കുന്നു. ഇവരവിടെ ഇരുന്നുകൊണ്ട് ആ സൊസൈറ്റീനെ ഇവരുടെ രീതിയിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നു. ഇതാണ് അവിടെ വരുന്ന പ്രശ്നം. പിന്നെ ജിബോർ പറഞ്ഞ എന്താ വെച്ച് കഴിഞ്ഞാൽ ക്രൂസൈഡിന്റെ കാലങ്ങളായിരിക്കും. ആ ക്രൂസൈഡിന്റെ കാലം ഒന്നും ചെയ്യാനുള്ള ശക്തിയൊന്നും ഇന്നത്തെ പറഞ്ഞോ, ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞോ. ഓക്കെ, ഞാൻ പറഞ്ഞ തെറ്റാണെങ്കിൽ പിന്നീട് എന്നെ ഡിസ്പ്യൂട്ട് ചെയ്താൽ പോരെ. അപ്പൊ അതൊന്നും നടക്കാത്ത ജനാധിപത്യമുള്ള ഒരു രാജ്യത്തും നിങ്ങൾക്ക് ഇസ്ലാമിനെ പ്രതിരോധിക്കാൻ പറ്റില്ല. ജനാധിപത്യമുള്ള ഒരു രാജ്യത്തും നിങ്ങൾക്ക് ഇസ്ലാമിനെ പ്രതിരോധിക്കാൻ പറ്റില്ല. അതല്ല, ഇവരുടെ കാപട്യാണ് തുറന്നു കാണിക്കേണ്ടത്. ഈ പാശ്ചാത്യ രാജ്യങ്ങളുടെ കാപട്യം ഉണ്ട്, പച്ചന, അതായത് തീവ്രവാദത്തോട് കാണിക്കുന്ന കാപട്യം. അവർക്ക് ആത്മാർത്ഥത എന്നൊന്നുമില്ല. അവരുടെ രാജ്യത്ത് നടക്കുന്ന സംഭവങ്ങൾ മാത്രമേ അവർക്ക് ബുദ്ധിമുട്ടുള്ളൂ. ലോകത്ത് എവിടെയെങ്കിലും നടന്നു കഴിഞ്ഞ വിഷയമല്ല. ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് റിക്രൂട്ട് ചെയ്യുമ്പോൾ എത്രമാത്രം കർശന നിബന്ധനകളോടെയാണ് അവർ ലേബറിന് എടുക്കുന്നത്. ഇവർക്ക് ഇതൊന്നും ഇല്ലാതെ എടുക്കാൻ യാതൊരു ബുദ്ധിമുട്ടില്ലല്ലോ. വിൽസൺ, ഇതൊന്നും അല്ല ഞാൻ പറഞ്ഞ പോയിന്റ്. ഇത്രയേ ഉള്ളൂ. ആളുകൾ മരിക്കണം, ഏത് രീതിയിലും മരിക്കണം എന്നുള്ളത് അവന്റെ ചിന്തയിലല്ല. അവനെ മരിച്ചാലേ അവന്റെ ശപ്പട്ടി കച്ചവടം നടക്കുള്ളൂ. ഇതൊന്നും അല്ല ഞാൻ പറഞ്ഞ പോയിന്റ് ഇത്രയേ ഉള്ളൂ. യൂറോപ്പിലും അതുപോലുള്ള വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ആൾക്കാർ ഇപ്പൊ റീപ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അവരുടെ പോപ്പുലേഷൻ ഡ്വിൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പോപ്പുലേഷൻ വളരെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ജപ്പാനിലും അതുപോലെ തന്നെ വരുന്നുണ്ട്. അപ്പൊ അവിടെ ഈ പറയുന്ന ആ പോപ്പുലേഷന്റെ ആ ഒരു കുറവ് നികത്താനായിട്ട് തീർച്ചയായിട്ടും പുതിയ ആൾക്കാർ വന്നേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഈ കെട്ടിപ്പൊക്കി വെച്ചിരിക്കുന്ന ഈ വലിയ സ്ഥാപനങ്ങൾ, വലിയ വലിയ ബിൽഡിങ്ങുകൾ, വലിയ ഇൻഫ്രാസ്ട്രക്ചർ, ഇതൊക്കെ അവിടെ ഇങ്ങനെ പൊടി പിടിച്ച് കിടക്കുകയുള്ളൂ. അവിടെയാണ് ഈ ഒരു ചോദ്യം. അതിന് ഈ രാജ്യത്തിലുള്ളവരല്ലാതെ വേറെ രാജ്യത്തിലുള്ള ആൾക്കാർക്ക് റിക്രൂട്ട് ചെയ്തൂടെ എന്നുള്ളതാണ് വിൽസണും ജിബോറും പൊളിറ്റിക്കലി ചോദിക്കുന്നത്. പക്ഷെ ഇവര് അറിഞ്ഞുകൊണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. മനഃപൂർവ്വം വിൽസൺ പറയുന്ന പോലെ മനഃപൂർവ്വം ഇവര് അറിയാതെ തന്നെ ഈ ആൾക്കാരെ എടുക്കുകയും അവര് പെറ്റുവരികയും അത് അവർക്കൊരു ഡിട്രിമെന്റൽ ഫാക്ടറായിട്ട് മാറുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ മൊത്തം ഈ ചർച്ച ചെയ്തെന്ന് എനിക്ക് തോന്നുന്നത്. ടോംസിന്റെ പറയും ഇവരെടുക്കുന്നതിന് പകരം ഇന്ത്യ എന്നുള്ളവരെയോ വേറെയുള്ള രാജ്യക്കാരെ എടുത്താൽ അവർക്ക് ആ പോപ്പുലേഷൻ കാര്യം ഫുൾഫിൽ ചെയ്യാൻ പറ്റത്തില്ലേ? എന്തുകൊണ്ട് ഈ ആൾക്കാരെ മാത്രം എടുക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അല്ല, ഇന്ത്യൻസ് പ്രൊഡക്റ്റീവ് പീപ്പിൾ. 60% സിലിക്കോൺ വാലിയിൽ ജോലി ചെയ്യുന്നവര് they are productive people. Those who are working in 50 American states, Indians are productive. ആ രാജ്യത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഇന്ത്യൻസ് ആർ വൺ ഓഫ് ദ ലാർജസ്റ്റ് ഫോറിൻ കോൺട്രിബ്യൂട്ടേഴ്സ് ഇൻ ഇന്ത്യ. ഇവർ ചെല്ലുന്നത് ബർഡൻ ആയിട്ടാണ് അവിടെ ചെല്ലുന്നത്. അവർക്കൊരു ഭാരമായിട്ടാണ് മാറുന്നത്. ഫ്രാൻസ് ആണ് ആദ്യം കാണിക്കുന്ന മിസ്റ്റേക്ക്. They taken for a labor worker from Islamic country. France is the one got a majority population. 10% in അടുത്ത് population ആയത് അങ്ങനെയാണ്. They have done the biggest mistake. അത് ചെയ്തത് അതിന്റെ പിന്നാമ്പുറത്ത് ലെഫ്റ്റിന്റെ ഇഡിയസി ആണ് അതിന്റെ ബിഹൈൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത്. ഇവരെ കൊണ്ട് ഒരു ഷൂ പോലും ചെയ്യാൻ കൊള്ളാത്ത സാധനത്തിനാണ് ഈ കപ്പലിലും അതിലും കയറിയിട്ട് അവിടെ വരുന്നത്. അവിടെ പോപ്പുലേഷൻ കുറഞ്ഞ വെസ്റ്റ് ഈസ് ഓൾറെഡി പ്രിപ്പയറിംഗ് ഫോർ നെക്സ്റ്റ് എയറിംഗ് കഴിഞ്ഞിട്ട് GIക്ക് വേണ്ടി പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുന്ന രാജ്യത്ത് ഇവർ ചെന്നില്ലെങ്കിൽ അവിടെയുള്ള പ്രൊഡക്ഷൻ എല്ലാം പോകും, നഷ്ടപ്പെടും എന്ന് പറഞ്ഞ് ഇപ്പൊ പോപ്പുലേഷൻ കൺട്രോള് ഇവിടെ ചൈന നടത്തി. ഒരു മിനിറ്റ്, ചൈനയിൽ ഇന്ന് ഡാർക്ക് ഫാക്ടറി എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട്. നീഡ് വൺ മെഷീനറി, ഒരു ഫീഡിങ് മാത്രം നടത്തിയാൽ മതി. ആ ഫീഡിങ്ങിൽ നിന്ന് അത് പ്രോഡക്റ്റ് ആയിട്ട് വെളിയിൽ വരുന്നത്. അതേപോലെ ടെക്നോളജി ഒക്കെ ഉള്ള രാജ്യത്ത് ഇവിടെ ആൾക്കാർ എന്നില്ല അവരെല്ലാം ഇത് അടിക്കും എന്ന് പറഞ്ഞില്ല. അവർക്ക് പോപ്പുലേഷൻ ആയിക്കഴിഞ്ഞാൽ അവർക്ക് എന്ത് പ്രൊഡക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്തുകൂടെ? ഇപ്പൊ ജപ്പാനിൽ പറയുന്നില്ലേ, യു ഹാവ് ടു ഗീവ് ബോത്ത് ടു മോർ ചൈൽഡ്. ഈവൻ ചൈന ഈസ് സേയിങ് ഗീവ് ബോത്ത് മോർ ചൈൽഡ്. പക്ഷെ അതിനുള്ള ഓൾട്ടർനേറ്റീവ് ഇന്ന് സയന്റിഫിക് ലെവലിൽ അതെല്ലാം അവൈലബിൾ ആണ്. ഈ നോൺ പ്രൊഡക്റ്റീവ് ആഫ്രിക്കൻസ്, നോൺ പ്രൊഡക്റ്റീവ്, ഞാൻ ഇസ്ലാമിക് കൺട്രി എന്ന് പറഞ്ഞു അവർക്ക് സംസാരിക്കാൻ തുടങ്ങി നിർത്തില്ല. ഞാൻ വിട്ടു കേട്ടോ ഡോക്ടർ, ഇവര് കിടന്ന് സംസാരിക്കട്ടെ. അല്ലാണ്ട് ഇപ്പൊ ഞാനും പറയാനാ ഇതിനകത്ത് ഞാൻ കൺക്ലൂഡ് ചെയ്തേക്കാം. എന്റെ പോയിന്റ് എന്ന് പറഞ്ഞ ഇതേ ഉള്ളു. ഇപ്പൊ ഈ ജിബോർ പറഞ്ഞതിനോട് കൂട്ടി ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പൊ ഈ ആധുനിക കാലത്ത് പുതിയ മെഷീനുകളും അതുപോലെ തന്നെ ടെക്നോളജിയൊക്കെ വന്നേച്ചു ഇവര് പിന്നെ പ്രൊഡക്റ്റീവ് അല്ലെങ്കിൽ പോലും ഇവരെ ഹെൽപ്പ് ചെയ്യാൻ ഉണ്ടാവും എന്നുള്ളതാണ് ഇപ്പൊ ജിബോർ വെച്ചോ അതെന്നാണ് എനിക്ക് മനസ്സിലായത്.
അത് ഒരു തെറ്റായിട്ടുള്ള വാദമാണ്. നമ്മളിപ്പോ നോക്കിക്കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ നൂറ്റാണ്ടില്, നമ്മളുടെ ഈ ചെറിയ കാലഘട്ടത്തിൽ 10-15 വർഷത്തേക്കുള്ള ഒരു സൊല്യൂഷനാണ് ഈ ജുബോർ പറയുന്നത്. നമ്മളിപ്പോ മുന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു 10-50 വർഷം, ഒരു 100 വർഷം കഴിഞ്ഞാൽ നമ്മളൊന്നും ജീവിച്ചിരിപ്പുണ്ടാവില്ല. ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തിന്റെ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ ആ പ്രദേശത്തിന്റെ പ്രാധാന്യം തന്നെ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ അവിടുത്തെ പോപ്പുലേഷനാണ്. ആ പോപ്പുലേഷൻ അവിടെ ഇല്ലെങ്കിൽ ഒന്നുമില്ല. നമ്മളിപ്പോൾ ഇവിടുന്ന് ചിന്തിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രിൻസിപ്പിൾ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിക്കേ. ഇപ്പൊ ഈ പറയുന്ന ഞാൻ പറയുന്ന ഇസ്ലാം മതത്തെ പറ്റിയോ അല്ലെങ്കിൽ അവരുടെ മറ്റേ ടെററിസത്തെ പറ്റിയോ അല്ലെങ്കിൽ ഈ കടന്നു വരുന്ന ആൾക്കാരുടെ അഭിപ്രായങ്ങളെ പറ്റിയോ ഒന്നും അല്ല ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറോൾ ആയിട്ട് നമ്മുടെ ഹ്യൂമൻ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള ഈ മറ്റു സ്ഥലത്തേക്കുള്ള കുടിയേറ്റങ്ങളും അതും ഇതൊക്കെ കൊണ്ട് തന്നെയാണ് മറ്റേ ജനസംഖ്യകളെ അല്ലെങ്കിൽ ആ സ്ഥലത്തുള്ള പോപ്പുലേഷനൊക്കെ മുന്നോട്ട് പോയിട്ടുള്ളത്. ആ ഒരു ആസ്പെക്ടിനെ പറ്റിയാണ് പറഞ്ഞത്. അല്ലാണ്ട് അത് ഇസ്ലാമിനെ പറ്റി കൊണ്ട് കെട്ടുകയോ അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാരുടെ മൈൻഡ് സെറ്റോ അല്ലെങ്കിൽ ഇന്ന ആൾക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള പോളിസി ഡിസിഷൻസിനെ പറ്റിയെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് പറഞ്ഞാൽ ഒരു രാജ്യത്തെ പോപ്പുലേഷൻ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഭരണപരമായിട്ട് പോലും അത് ഇങ്ങനെ അപ്രത്യക്ഷമാകും ഒരു കാലത്ത്. അപ്പൊ അടുത്ത വരുന്ന ജനത അവിടെ കുടിയേറും, അവരുടെ രീതിയിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അതാണ് ഹ്യൂമൻ ഹിസ്റ്ററി എല്ലാ കാലത്തും തെളിയിച്ചിട്ടുള്ളത്. അല്ലാണ്ട് ഇതിനകത്തുള്ള ഈ നൈതികതയോ പോളിസി ഡിസിഷൻസോ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ടെററിസോ അല്ലെങ്കിൽ അതൊന്നും അല്ല ഈ പറഞ്ഞു കഴിഞ്ഞാൽ. ഈ പറയുന്ന കുടിയേറ്റം നടന്നില്ലെങ്കിൽ ഒരു കാലത്ത് ഈ പറയുന്ന ഈ രാജ്യങ്ങളിലേക്കുള്ള പോപ്പുലേഷൻ എല്ലാം താഴോട്ട് പോകും. അത് ഒരു യന്ത്രങ്ങൾക്കോ അതുപോലുള്ള കാര്യങ്ങൾക്കൊന്നും സോൾവ് ചെയ്യാവുന്ന രീതിയിലേക്കുള്ള ഒരു കാര്യങ്ങൾ ആയിരിക്കില്ല എന്നുള്ളതാണ് ഈ പറഞ്ഞത്. ബാക്കി നിങ്ങൾ മറ്റേ ഈ മതപരമായിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തോ? അത് സമ്മതിച്ചു. പക്ഷെ എന്താ കാര്യം എന്നറിയോ, ഇപ്പൊ യൂറോപ്പ് നോക്കുകയാണെങ്കിൽ നമ്മള് കൾച്ചറലി അല്ലെങ്കിൽ മറ്റേ സോഷ്യോളജിക്കലി അല്ലെങ്കിൽ സാമൂഹ്യപരമായിട്ട് വളരെയധികം പുരോഗതി പ്രാപിച്ചു. അതേപോലെ പുരോഗതി ലോകത്ത് എല്ലാ സ്ഥലത്തും ഉണ്ടായിട്ടില്ല. അത്തരം പുരോഗതി പ്രാപിച്ച ആളുകളുടെ ഇടയിലേക്ക് നിങ്ങള് ഈ ഇതുപോലത്തെ കുറച്ചുകൂടി എന്താ പറയാ, ഈ ഞാൻ അപരിഷ്കൃതർ എന്ന് പറയുന്നില്ല, പക്ഷെ ഇപ്പോഴും